എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഹെയർ ഗ്രോ ചലഞ്ചിൻ്റെ 14ാമത്തെ ദിവസമാണ്. ഇന്ന് കഞ്ഞിവെള്ളം അഥവാ റൈസ് വാട്ടർ മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണേ, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും വൈകുന്നില്ല, നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഞ്ഞിവെള്ളം അഥവാ റൈസ് വാട്ടറാണ് നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുടിയിൽ എങ്ങനെയാണ് റൈസ് വാട്ടർ ഉപയോഗിക്കുന്നത്, കുളിക്കാൻ നേരത്ത് റൈസ് വാട്ടർ ഉപയോഗിച്ച് എങ്ങനെയാണ് മുടി കഴുകണേ എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യം നമ്മൾ മുടിയിലെ ജടയെല്ലാം ചീകി കളഞ്ഞതിന് ശേഷം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡെയിലി എങ്ങനെയാണോ ഓയിൽ റൊട്ടീൻ ചെയ്യുന്നത്, അല്ല ഓയിൽ അപ്ലൈ ചെയ്യുന്നത്, ആ ഒരു മെത്തേഡ് തന്നെ ചെയ്യാൻ നോക്കുക. നമുക്ക് ഈ കഞ്ഞിവെള്ളം മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിന് പ്രായഭേദമന്യേ ആർക്കും, അത് കൊച്ചു കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കഞ്ഞിവെള്ളം. മുടി വളരാനും അതുപോലെ തന്നെ താരൻ പോകാനും മുടിയിൽ അഴുക്ക് പോകാനും എല്ലാത്തിനും നല്ലതാണ്. മുടി സോഫ്റ്റായിട്ട് കിടക്കാനും ഒക്കെത്തിനും നല്ലതാണ് കഞ്ഞിവെള്ളം. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ പലരും കളയാണ് ചെയ്യാറ്. എന്നും നമുക്ക് കഞ്ഞിവെള്ളം കിട്ടണതാണ്. അപ്പോൾ കിട്ടുന്നത് നമ്മൾ ഇത്രയും നല്ലൊരു ഇത് നമ്മൾ വെറുതെ കളയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പരമാവധി കുളിക്കാൻ നേരത്ത് നമ്മളിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി കുളിക്കുമ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് സ്പ്രേ ബോട്ടിലിൽ ആക്കിയിട്ട് അത് ഹെയർ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റൈസ് വാട്ടർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ മുടി നന്നായിട്ട് ചീകി കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനുള്ള റീസൺ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുടിയിൽ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം മുടിയിൽ ജട ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മുടി ചീകി കൊടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ചിലവർക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരുണ്ടാകും. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം കുറച്ച് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ല് പോകാനായിട്ട് നല്ലതാണ്. ഇനി കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് മുടി കഴുകിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ താളി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ദിവസവും നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ അത് മുടിക്ക് വളരെ നല്ലതാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ സമയം കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ എപ്പോഴൊക്കെയാണോ ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടി കഴുകാറുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റാത്ത ടൈമിൽ ഞാൻ ഹെയർ സ്പ്രേ ആയിട്ടായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് വെള്ളം കൂടി ഇതുപോലെ കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് ഹെയർ സ്പ്രേ ആയിട്ട് ഉപയോഗിച്ച് കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 3 കപ്പോളം കഞ്ഞിവെള്ളമാണ് ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യണേ. അപ്പോൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഒന്നും ചേർക്കാതെ ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ല നമുക്ക് വേറെ ഇപ്പോൾ താളിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തലയിൽ എല്ലായിടത്തേക്കും ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിലെ ചെളി അഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. ഇപ്പോൾ താരനും ഡാൻഡ്രഫൊക്കെ ഉള്ളവരാണെങ്കിൽ അത് പെട്ടെന്ന് പോകാനായിട്ട് നല്ലതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നുകൂടി കഴുകി കൊടുക്കാം, പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ കഴുകണമെന്ന് നിർബന്ധമില്ല. റൈസ് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ വെള്ളം ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമില്ല. മറക്കരുത്, ഒരു കാരണവശാലും നമ്മൾ ഷാമ്പു യൂസ് ചെയ്യരുത്. നമ്മൾ റൈസ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ അത് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അതിനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ താളി യൂസ് ചെയ്യാം. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ ഷാമ്പു യൂസ് ചെയ്യരുത്. ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ സാധാരണ വെള്ളം ഉപയോഗിച്ചും ഞാൻ മുടി ഒന്ന് കഴുകി കൊടുക്കണുണ്ട്. അപ്പോൾ വേണമെങ്കിൽ മാത്രം നമുക്കിതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കൊടുക്കാവുന്നതാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നല്ല സോഫ്റ്റായിട്ട് കിടക്കാനായിട്ട് കഞ്ഞിവെള്ളം ബെസ്റ്റാണ്. മുടി നല്ല ഭംഗിയായിട്ട് കിടക്കും. മുടിയിൽ അഴുക്കൊക്കെ കംപ്ലീറ്റ് പോകാൻ എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് കളയാതെ നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മുടിക്ക് ഒത്തിരി നല്ലതാണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു കഞ്ഞിവെള്ളം ഉപയോഗിക്കണം നല്ലതാണ്, എങ്ങനെയാണ് കഞ്ഞിവെള്ളം ഉപയോഗിക്കണതെന്നുള്ള വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണേ. അപ്പോൾ കഞ്ഞിവെള്ളം എല്ലാവരും ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചതിന് ശേഷം നമുക്കിതുപോലെ മുടി നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ മുടിയിലെ വെള്ളം നന്നായിട്ട് കളയാനായിട്ട് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നീരിറങ്ങും. അപ്പോൾ നീരിറങ്ങാതിരിക്കാനായിട്ട് നന്നായിട്ട് നമ്മൾ തല ഇതുപോലെ
തോർത്തി കൊടുക്കണം. അപ്പോൾ ഞാൻ ആഫ്റ്റർ ഹെയർ വാഷ് റുട്ടീൻ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയും അത് ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾ ഓൾറെഡി അത് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവരത് കണ്ടു നോക്കുക. അതുപോലെ മുടി നന്നായിട്ട് തോർത്തി കൊടുക്കാം. കൊച്ചു കുട്ടികൾക്കാണെങ്കിലും നമുക്ക് റൈസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ അവർക്ക് ഇപ്പോൾ കുളിക്കാൻ നേരത്താണെങ്കിൽ ഇതുപോലെ മുടിയിലൊന്ന് ഒഴിച്ചു കൊടുത്ത് കളയുകയാണെങ്കിൽ, അത് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്കാണെങ്കിലും മുടിയിലെ അഴുക്കൊക്കെ പോകാനായിട്ട് നല്ലതാണ്. മുടിക്കായ പോകാനും എല്ലാത്തിനും നല്ലതാണ് റൈസ് വാട്ടർ. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്യുന്നതാണ്. പണ്ട് മുതലേ ആളുകൾ ഫോളോ ചെയ്ത് വരുന്നതാണ് കഞ്ഞിവെള്ളം ഉപയോഗിക്കണം മുടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ സ്പ്രേ ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നാളെ രാത്രി 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ കാണാം.